സംസ്ഥാനത്തെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയാണ് പത്തനംതിട്ട. 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റാന്നിയിലാണ്. 67.31% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 69.62 എന്ന 2021 പോളിംഗിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് ഇത്തവണ. രാവിലെ മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ച ഘട്ടത്തിലെല്ലാം തന്നെ വലിയ തിരക്ക് അല്ലെങ്കിൽ നീണ്ട ക്യൂ വിവിധ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ച പിന്നിട്ടതോടുകൂടി തന്നെ പോളിംഗ് മന്ദഗതിയിലായി. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആറന്മുള മണ്ഡലമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. മന്ത്രി വീണ ജോർജിന്റെ ഫോട്ടോ മാത്രം, ചിത്രം മാത്രം ബാലറ്റ് പേപ്പറിൽ തെളിഞ്ഞു കാണുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ ഉന്നയിച്ചത്. അതിനു പിന്നാലെ വോട്ടിടാനായി എത്തിയ ആന്റണി എംപിയും സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചു. വീണ ജോർജ് അതിന് നൽകിയ മറുപടി ഇത്തരത്തിൽ പല തരത്തിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്ന കോൺഗ്രസ് സമാനമായ ആരോപണം തന്നെ, അല്ലെങ്കിൽ തോൽക്കുമെന്ന ഭയത്താൽ ഉണ്ടാക്കുന്ന ആരോപണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസവും ഉണ്ടാക്കുന്നത് എന്നായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 7 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സംഘർഷങ്ങളൊന്നും തന്നെ ഒരിടത്തും ഉണ്ടായില്ല. എങ്കിൽ പോലും തിരുവല്ല, ആറന്മുള, കോന്നി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ കള്ളവോട്ട് ശ്രമം പരാതി ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ കള്ളവോട്ട് പരാതി ഉന്നയിച്ച ആളുകൾക്കെല്ലാം ടെൻഡർ വോട്ട് ചെയ്യാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോളിംഗ് കുറഞ്ഞത് ഒരുപോലെ തങ്ങൾക്ക് ഗുണമാകുമെന്ന് LDFും UDFും നേതൃത്വം പറയുന്നുണ്ട്. ശരി, നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 77.40% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് അവിടുത്തെ വിവരങ്ങളുമായി. 9 നിയോജക മണ്ഡലങ്ങളിലായി ആലപ്പുഴ ജില്ലയിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. 77.23% പോളിംഗ് ആണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വീണ്ടും അപ്ഡേഷൻസ് വരാനുണ്ട്. വേറെയും ബൂത്തുകളിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള ഡേറ്റകൾ വരാനുണ്ട്. അപ്പോഴും ഈ 9 നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് അമ്പലപ്പുഴ മണ്ഡലം ഒന്ന് സവിശേഷമായി നിൽക്കുന്നത് G. സുധാകരന്റെ സാന്നിധ്യം കൊണ്ടാണ്. 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടായിരുന്ന പൊക്കിൾക്കൊടി ബന്ധം അറുത്തുമാറ്റിക്കൊണ്ടാണ് G. സുധാകരൻ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. H. സലാമിന് എതിരായിട്ടുള്ള, CPM-നെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ മത്സരത്തിന്റെ ഫലം കേരള സമൂഹം ഒന്നാകെ കാത്തിരിക്കുന്നതാണ്. മറ്റ് മണ്ഡലങ്ങളിൽ നോക്കിയാൽ അരൂരിൽ ദലീമ ജോർജിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള. പെരുമ്പളം പാലമുള്ള കാര്യമുള്ള അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ചയാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കായംകുളം മണ്ഡലമാണ്. പ്രതിഭയാണ് 3ാം ടൈമും അവിടെ സിറ്റിംഗ് MLA ആണ് മത്സരത്തിന് വേണ്ടി LDF ഇറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം M. ലിജുവിനെ ഇറക്കി കളം പിടിക്കാൻ ഒരുങ്ങിക്കുകയാണ്. പ്രതിഭയ്ക്ക് എതിരായിട്ട് വന്ന ചില UDF കൺവീനറെയും മറ്റും ഒരു പരിഹാസത്തോടു കൂടിയുള്ള ലൈംഗിക ചുവയോട് കൂടിയുള്ള പരാമർശങ്ങളെല്ലാം ചർച്ചയാകുമോ എന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ M. ലിജുവിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത മണ്ഡലത്തിൽ ലഭിച്ചിട്ടുമുണ്ട്. തമ്പി മേട്ടുതറ, അതായത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ LDF UDF ബൂത്ത് ഏജന്റുമാർ തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കവും വഴക്കും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോവുകയും ചിലരെല്ലാം ആശുപത്രിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കുട്ടനാടാണ്. കുട്ടനാടിൽ തോമസ് K. തോമസും അതോടൊപ്പം തന്നെ റിജി ചെറിയാനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഹരിപ്പാട് മണ്ഡലമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. രമേശ് ചെന്നിത്തല തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. സന്ധ്യ വചസ്പതി അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് സാധ്യത ഇറക്കി. അമിത്ഷാ അടക്കം വന്ന് പ്രചരണം നടത്തിയൊരു മണ്ഡലമാണ്. AI വീഡിയോയും മറ്റുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോകൾ ചമയ്ക്കുന്നു എന്ന പേരിൽ NDAക്കെതിരെ, BJP പ്രവർത്തകർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു UDF ക്യാമ്പിന്റെ ഭാഗത്ത് നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന് പരാതി അടക്കം നൽകിയിട്ടുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സജി ചെറിയാൻ അവിടെ സിറ്റിംഗ് MLA ആണ്, മന്ത്രിയാണ്, CPM-ലെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. G. സുധാകരൻ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചു പോലും ആക്ഷേപിച്ചെന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുവാൻ വേണ്ടി UDF ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള എബി കുര്യാക്കോസിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള പ്രാദേശിക തലത്തിലടക്കം വലിയ വേരോട്ടമുള്ള MV ഗോപകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായാണ് സംസ്ഥാന നേതൃത്വം കണക്കാക്കുന്നത് പോലും. 9 മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ആലപ്പുഴയിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനിയും ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തീർന്ന ഒരു ജില്ലയും ആലപ്പുഴ തന്നെയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് അത് സംഭവിച്ചത്. കക്കാഴം സ്കൂളിൽ ആണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സാങ്കേതിക പ്രശ്നം മൂലം വൈകുന്ന സാഹചര്യം ഉണ്ടായത്.